പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും അറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായിരുന്നു. ഇത്തവണത്തെ ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം എന്നത് റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതായിരുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രക്രിയയായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ശാസ്ത്ര സമൂഹം വളരെ ആശങ്കയോടെ ഉറ്റുനോക്കുകയും കൃത്യമായി അതേക്കുറിച്ച് പഠിക്കുകയും നമ്മുടെ വ്യക്തിജീവിതം മുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലുൾപ്പെടെ വരെ പൊതുവായ നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്നതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഭൂമിയിൽ മനുഷ്യജീവൻ, നമ്മുടെയും വരുന്ന തലമുറയുടെയും ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നയങ്ങൾ രൂപീകരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആകാശവാണിയുടെ ശ്രോതാക്കൾക്ക് എല്ലാം അറിയാം, ആകാശവാണിയുടെ പ്രക്ഷേപണത്തിന്റെ വളരെ കൃത്യമായ ഒരു ഭാഗമാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നമ്മുടെ ദൈനംദിന റൊട്ടീന്റെ ഭാഗമാണ്. രാവിലെയും വൈകുന്നേരവും നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആധികാരികമായ വിവരങ്ങൾ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് കടന്നുപോകുന്ന ദുരന്ത നിവാരണം പോലുള്ള സമയങ്ങളിലൊക്കെ തന്നെ കൃത്യമായും ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തെറ്റിദ്ധാരണജനകമല്ലാത്ത രീതിയിൽ, ശ്രോതാക്കളിൽ ആശങ്ക ഉളവാക്കാത്ത രീതിയിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം ആകാശവാണി നിർവഹിക്കുന്നത് തിരുവനന്തപുരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടിയാണ്. നമുക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്. ഇന്നത്തെ ഹലോ ആകാശവാണിയിൽ നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര മേധാവി ശ്രീമതി നീത കെ ഗോപാൽ. മാഡം, ഹലോ ആകാശവാണിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നന്ദി. മാഡം, നമ്മൾ പലപ്പോഴും കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരു സങ്കല്പമുണ്ട്. പക്ഷേ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് വെതറും ക്ലൈമറ്റും. വെതർ, ക്ലൈമറ്റ്. പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇംഗ്ലീഷിലായത് ഈ വാക്കുകൾ വെതറും ക്ലൈമറ്റും രണ്ട് വാക്കുകളുണ്ട്. പക്ഷെ നമ്മൾ മലയാളത്തിൽ നമ്മൾ കാലാവസ്ഥ എന്നുള്ള ഒരു ഒറ്റ വാക്ക് മാത്രമേ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സംശയം വരുന്നത്. അപ്പോൾ നമ്മൾ വെതർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇന്നത്തെയോ നാളത്തെയോ അന്തരീക്ഷത്തിന്റെ അവസ്ഥ, ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മൾ വെതർ എന്ന് പറയാം. അപ്പോൾ അതിനെ നമ്മളൊരു ദിന അന്തരീക്ഷാവസ്ഥ എന്നുള്ള രീതിയിലൊന്ന് വ്യാഖ്യാനിച്ചാൽ മതിയാകും. പക്ഷെ അല്ലാതെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയോ ഒരു വളരെ അധികം ദീർഘകാലത്തെ ഒരു ആവറേജ് കണ്ടീഷൻ എന്ന് പറയാനാണ് നമ്മൾ ക്ലൈമറ്റ് എന്നുള്ള ശബ്ദം കൊണ്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു വലിപ്പമുള്ള അതിലെ ചേഞ്ചിനെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത്. അതെ. നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു. ഓക്കെ, ശരി. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഗോപകുമാർ. ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മളോടൊപ്പം നീത മാഡം ഉണ്ട്. മാഡത്തോട് ചോദിച്ചോളൂ, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട സംശയം ചോദിച്ചോളൂ. നമസ്കാരം മാഡം. നമസ്കാരം, പറഞ്ഞോളൂ. ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനം ഇപ്പൊ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണല്ലോ. അതെ. എല്ലാ വർഷവും ഓരോ വർഷവും ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ആ രീതിയിലേക്ക് വരുന്നു. ഈ വർഷം ഇപ്പോ പകലെ ചൂട് കൂടുതലും രാത്രി തണുപ്പുമാത്ത ഒരു കാലാവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. അതെ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ ഇവിടെ വെള്ളം ഉണ്ടാകാൻ പോകുന്നതാണ് ഞങ്ങൾ മുൻകൂട്ടി കാണുന്നു. അപ്പൊ ഇതിനൊക്കെയുള്ള കാരണം എന്തായിരിക്കും എന്നൊന്ന് വിശദീകരിക്കാമോ? കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണങ്ങളെ കുറിച്ചാണല്ലേ? അതെ, അത് നമ്മളിപ്പോ ഇത് കേരളത്തിലെ മാത്രം ഒരു വ്യത്യാസമായിട്ട് അതിനെ കാണണ്ട. നമ്മളുടെ ഭൂമിയിൽ മൊത്തത്തിൽ താപനില വർദ്ധിച്ച് വരുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഒരു കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെമ്പറേച്ചറൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതലുള്ള പഠനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് കഴിഞ്ഞ 10 വർഷം ഭൂമിയെ സംബന്ധിച്ചോളം ഏറ്റവും ചൂട് കൂടിയ 10 വർഷങ്ങളായിരുന്നു. അതിൽ തന്നെ 2024 ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ വർഷമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പൊ ഇന്നലെ ന്യൂഡൽഹിയിൽ ഭൂചലനം ഉണ്ടായതായിട്ടൊക്കെ പറയുന്നത് അതൊക്കെ ഇതിന്റെ ഭാഗമായിരിക്കുമോ? അല്ല, ഭൂചലനവും നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഒരു മറ്റേ വോൾക്കാനോ, അതായത് അഗ്നിപർവ്വത സ്ഫോടനം പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടുത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടായാൽ അവിടുത്തെ കാലാവസ്ഥയെ അതൊന്ന് സ്വാധീനിക്കാമെന്നുള്ളതല്ലാതെ ഭൂചലനം കാലാവസ്ഥാ വ്യതിയാനത്തെ കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല.
വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. ഇപ്പൊ നമ്മൾ മെറ്റീരിയോളജി എന്ന് പറയും, ഇപ്പൊ കാലാവസ്ഥാ പഠനങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണം എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിലുള്ള പഠനം അത് എത്രത്തോളം പ്രധാനമാണ് ഈ പറഞ്ഞ വ്യതിയാനത്തെ മനസ്സിലാക്കുന്നതിൽ? അതൊരു ശാസ്ത്രശാഖയായി ഒരു ബ്രാഞ്ചായിട്ട് അത് രൂപപ്പെട്ടു വന്നത്, അതിനെക്കുറിച്ച് പറയാം. ഒന്ന് നമ്മൾ ഭാരതത്തെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം ഈ കാലാവസ്ഥാ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും തുടങ്ങിയതല്ല. ഇത് വളരെ പണ്ട് കാലം മുതലേ ഉള്ളതാണ്. നമ്മുടെ ഉപനിഷത്തുകളിലും മറ്റുമൊക്കെ കാലാവസ്ഥയും അല്ലെങ്കിൽ മേഘങ്ങളുടെ മൂവ്മെന്റ്, മഴയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതുപോലെയൊക്കെയുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽക്കേ തന്നെ അല്ല, നമ്മുടെ നമ്മുടെ ഉപജീവനത്തിന്റെയും നമ്മുടെ സർവൈവലിനെയും ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു ഉണ്ടായിരിക്കാം കൃഷി. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, കൃഷിയെ ഉപജീവനമായിട്ട് ഉപജീവനമാർഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥാ നിരീക്ഷണം എന്ന് പറയുന്നത് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നിരീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ നിരീക്ഷണം നടന്നതിന് തെളിവുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലും ഇതുപോലെ കാലാവസ്ഥയെ നിരീക്ഷിച്ച് യാത്രയ്ക്കും ആളുകളുടെ സേഫ്റ്റി, അതുപോലെ ഉപജീവന മാർഗം, കൃഷി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് കാലാവസ്ഥയെ നിരീക്ഷിക്കുന്ന മനുഷ്യന്റെ ഒരു ആവശ്യകതയായിരുന്നു എന്നുള്ളതിൽ പണ്ട് തൊട്ടേ ഉണ്ട്. പിന്നെ ഇതൊരു ശാസ്ത്രശാഖ എന്ന നിലയിൽ വികസിച്ചു വന്ന 1837 ബാരോമീറ്റർ കണ്ടുപിടിച്ചപ്പോഴൊക്കെ ആണ്. പിന്നീട് തെർമോമീറ്റർ കണ്ടുപിടിച്ചു, പിന്നെ ടെലിഗ്രാഫ് കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ചില കണ്ടുപിടുത്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്കിംഗ് ആയിട്ട് സംഭവിച്ചിരിക്കുന്നത്. ഒരു വലിയ എന്താ പറയുക, പ്രോപ്പറായിട്ട് ഏറ്റവും കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്ര വിഭാഗമാണ് കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുന്നത്. നമ്മളോട് ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ നമസ്കാരം, പേര് പറഞ്ഞോളൂ. നമസ്കാരം സാർ, ഞാന് വിദ്യൻ ചന്ദ്രൻ നായർ പേടെന്നാണ്. മാഡത്തിനോട് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിട്ട് അറിയാൻ വേണ്ടിട്ടാണ് സാർ. ചോദിച്ചോളൂ. മാഡം, നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ വിവരങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ആകാശവാണിയിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് ഞാനൊരു ചെറിയ കൃഷിക്കാരനും കൂടെയാണ് ചെയ്യുന്നുണ്ട്. അതേസമയം എന്താന്ന് വെച്ചാൽ മാഡം ഒരു കാര്യം പ്രധാനമായിട്ട് ചോദിച്ചോട്ടെ. ഇത്തവണ മഴ ഇതുവരെയും കൃത്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കിട്ടിയിട്ടില്ല മാഡം. അതെന്താണ്? നമ്മുടെ വേനൽക്കാലം ഇപ്പൊ തുടങ്ങുന്നല്ലേ ഉള്ളൂ, ഫെബ്രുവരി. ഇപ്പൊ നമ്മളുടെ കാലാകാലങ്ങളായിട്ടുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി പൊതുവെ നമുക്ക് മഴ ഏറ്റവും കുറവുള്ളൊരു മാസമാണ്. മാർച്ച് പകുതി കഴിഞ്ഞാലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വേനൽ മഴ കിട്ടിത്തുടങ്ങാറുള്ളൂ. അതിന് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന്റെ ഈ ഉത്തരായണവും ദക്ഷിണായനവും വെച്ചിട്ടാണല്ലോ നമ്മുടെ കാലാവസ്ഥ മാറുന്നത്. സൂര്യനാണ് നമ്മുടെ എല്ലാത്തിനും കാരണമല്ലോ. അപ്പോൾ സൂര്യന്റെ ഇപ്പൊ ഉത്തരായണം നടന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ സൂര്യൻ നമുക്ക് ഉത്തരായണം ഒരു മാർച്ച് പകുതിക്ക് ശേഷമേ ഉള്ളൂ ഭൂമധ്യരേഖ കഴിഞ്ഞ് നമ്മളുടെ പ്രദേശത്തേക്കൊക്കെ വരുള്ളൂ. അപ്പം ചൂട് കൂടുകയും ചിലപ്പോൾ ഒരു പക്ഷേ അതിനനുസരിച്ചിട്ട് മേഘങ്ങൾ രൂപപ്പെടുകയും നീരാവി ഉണ്ടാകുകയും അങ്ങനെ മേഘങ്ങൾ ഉണ്ടാകുകയും മഴ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത. അപ്പൊ സാധാരണ നമ്മൾ ഒരു മാർച്ച് അവസാനത്തോടെ അല്ലെങ്കിൽ ഏപ്രിലോട് കൂടിയാണ് നമ്മൾക്ക് വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളൂ. ഇപ്പോൾ സൂര്യന്റെ സ്ഥാനവും മറ്റ് കാറ്റിന്റെ ഒരു എന്താ പറയുക ഗതിയും മറ്റുമൊന്നും ഇപ്പം മഴയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല. അത് കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഫെബ്രുവരി നമുക്ക് പൊതുവെ ഏറ്റവും മഴ കുറവുള്ള ഒരു സമയമായിട്ടാണ് കണ്ടുവരുന്നത്. മുൻകാലങ്ങളിൽ ജനുവരി ഫെബ്രുവരിയിൽ വേനൽ മഴ കിട്ടിയിരുന്നു മാഡം. അത് എന്താ പറഞ്ഞ എല്ലാ വർഷവും അപൂർവമായിട്ടാണെങ്കിൽ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പിൽ മിക്കപ്പോഴും കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ വരുന്നുണ്ട് മാഡം. അതെങ്ങനെ സംഭവിക്കുമോ? അത് വരുമല്ലോ. കാരണം ഒന്ന് നമ്മൾ ഒരു ദിവസത്തെ ഒരു ബുള്ളറ്റിൻ എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം കാലാവസ്ഥ മറ്റ് നിരീക്ഷണങ്ങളും നമ്മുടെ ഒബ്സർവേഷൻസും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ അത് വീണ്ടും അപഗ്രഥിക്കുകയും അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് ഇടയ്ക്ക് മാറി വരുന്നതെന്ന് ഉണ്ട്. അപ്പൊ നമുക്ക് നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ കൂടിയത് കൊണ്ട് നമുക്ക് അപഗ്രഥിക്കാനുള്ള ഒരു അവസരങ്ങളും കിട്ടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഫോർകാസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വ്യത്യാസങ്ങൾ വരുന്നത്.
ശരി മാഡം, അടുത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ എന്തായാലും വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഉപജീവനവുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കാലാവസ്ഥ അതിന് അനുകൂലമായ രീതിയിൽ വരണമെന്നുള്ളത്. അപ്പൊ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക് കാലാവസ്ഥാ പ്രവചനം എന്നാണ്. ഈ പ്രവചനം എന്ന് പറയുന്ന വാക്കിന് എപ്പോഴും അതൊരു സാധ്യത അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്. കാരണം ഇതൊരു കൃത്യമായി ഇപ്പൊ നമ്മളൊരു ₹1 നാണയം മുകളിലേക്ക് ഇട്ടാൽ 2 സാധ്യതകളാണ്, ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വീഴും. അപ്പൊ അതൊരു ചെറിയ ഡാറ്റ, 2 പാരാമീറ്റേഴ്സ്, 2 സാധ്യതകൾ. പക്ഷെ കാലാവസ്ഥ എന്ന് പറയുന്നത് അനന്തമായ ഡാറ്റ. നമ്മളിപ്പോൾ ഡാറ്റയെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പം ശരിക്കും എത്രത്തോളം ഇതിന് പിന്നിൽ എത്രത്തോളം ശാസ്ത്രീയമായ അധ്വാനം, അല്ലെങ്കിൽ ഗണിതപരമായ മാത്തമാറ്റിക്കൽ മോഡലുകൾ, അല്ലെങ്കിൽ എത്രത്തോളം ഒരു അധ്വാനം ഈ ഒരു നമ്മളിപ്പോ റേഡിയോയിൽ പറയുമ്പോൾ ഇതൊരു 2 സെക്കൻഡ് കൊണ്ട് വായിച്ചു പോകുന്ന ഒരു സംഗതിക്ക് പിന്നിൽ ഇതിന്റെ ഒരു ശാസ്ത്രീയമായ പഠനത്തിന്റെ ഒരു വലിപ്പത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കും. ഒന്ന്, നമ്മൾ ഒരു പ്രകൃതിയെയാണ് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളെയും, അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജലം ബാഷ്പീകരിച്ച് നീരാവിയായി അത് മുകളിലേക്ക് ഉയർന്ന് മേഘങ്ങളായി മഴ പെയ്തു, ഇതാണ് നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ജലം ബാഷ്പീകരിക്കുന്ന ആ ഒരു സ്കെയിലിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് മുതൽ ഇപ്പം വലിയ സൈക്ലോണുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ സൈക്ലോണിന്റെ എനർജി എന്ന് പറയുന്നത് തന്നെ ഈ ബാഷ്പീകരണത്തിൽ ഉപയോഗിക്കുന്ന എനർജിയാണ്. അപ്പം ആ ഒരു എന്താ പറയുക, നമ്മളൊരു ന്യൂക്ലിയർ ലെവലിൽ തുടങ്ങുന്ന ഒരു പ്രതിഭാസത്തെ തൊട്ട് ഈ സൈക്ലോൺ പോലെയുള്ള എന്താ പറയുക വലിയ ഒരു സിസ്റ്റം വരെയുള്ള കാര്യങ്ങളെ മുഴുവനും, അന്തരീക്ഷത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ ഒരു എന്താ പറയുക മാത്തമാറ്റിക്കൽ മോഡലിൽ അല്ലെങ്കിൽ ഇക്വേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഫിസിക്സിലെ ഇക്വേഷൻസ് കൊണ്ടോ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ മോഡലിംഗ് എന്ന് പറയുന്നതുകൊണ്ട്. അപ്പോൾ ഇത് എപ്പോഴും എന്താ പറയുക, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ചില ഏകദേശ കണക്കുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. അത് ഏകദേശം ഒരു കണക്കനുസരിച്ചിട്ടാണ് പശ്ചിമഘട്ടം അവിടെ ഉണ്ടെന്നുള്ളതിന്റെ ഒരു പ്രസൻസ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും മോഡലിൽ ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം ഒരു 1000 ഒബ്സർവേറ്ററികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മുഴുവൻ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ 1000 ഒബ്സർവേഷൻസ് കൊണ്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു ഏകദേശ കണക്കുകളുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ രണ്ടും കൂട്ടിയാൽ 4 എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു എക്സാക്ട് സൊല്യൂഷൻ വരുന്ന ഒരു ഇക്വേഷൻസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് അപ്രോക്സിമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഏകദേശ ഉത്തരങ്ങളാണ് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന ഒബ്സർവേഷനിലും നമ്മൾ എന്താ പറയുക, ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവിടെ മരുഭൂമിയുണ്ട്, നദികളുണ്ട്, ജലാശയങ്ങളുണ്ട്, റോഡുകളുണ്ട്, നിർമ്മിതികളെല്ലാം ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ മുഴുവൻ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ഏകദേശ കണക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിത് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിനും കൃത്യമായ ഒരു ഉത്തരം തരുന്ന ഒരു ഇക്വേഷൻ അല്ല, അത് ഒരു ടൈം സീരീസ് ആണത്. അപ്പൊ അതിൽ നമ്മൾക്ക് കമ്പ്യൂട്ടറിന് എത്രമാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അത്രയേ ഉള്ളത് ഒഴിച്ച് ബാക്കിയുള്ള നമ്മൾ അതിനെ എറർ എന്ന് പറഞ്ഞ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലും എന്താ പറഞ്ഞ ഒരു കുറച്ച് പോർഷൻ നമ്മൾ അവിടെ ഒരു സാധ്യത അവിടെ കളയുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരിക്കലും 100% എന്താ പറയുക പ്രവചനം എന്ന് പറയുന്നത് സയന്റിഫിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല അത്. ഒരു ശ്രോതാവ് ചേരുന്നു. ശരി, നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം, ഞാൻ ചേർത്തലയിൽ നിന്ന് ബിന്ദു ആണ്. ബിന്ദു, ചോദിച്ചോളൂ. ഞാൻ ചേർത്തലയിൽ നിന്ന് ബിന്ദു ആണ് വിളിക്കുന്നത്. മാം, എന്തുകൊണ്ടാണ് ഈ ഡേ ടൈമിൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുന്നത്? കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ ടെമ്പറേച്ചർ ഒത്തിരി കൂടുതലായിരുന്നു. അതേപോലെ ആകുമോ ഈ വർഷവും? അങ്ങനെ അത് മുൻകൂട്ടി പറയാനുള്ള പറയാൻ പറ്റുമോ? നമുക്ക് ഏകദേശം 1 മാസം വരെയുള്ള ഒരു ഏകദേശ കണക്ക് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു എക്സ്റ്റൻഡഡ് റേഞ്ച് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി മാസത്തെ ടെമ്പറേച്ചർ എങ്ങനെ ഇരിക്കുന്നുള്ളൊരു ഏകദേശ ധാരണ
തരുന്ന രീതി. ഇപ്പൊ ഓരോ ദിവസത്തെയും പറയാൻ പറ്റില്ല, പക്ഷെ ഫെബ്രുവരി മാസം എങ്ങനെയിരിക്കും താപനില, സാധാരണയിൽ കൂടുതലായിരിക്കും കുറവായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഫോർകാസ്റ്റ് ഒക്കെ IMD ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മളിപ്പോ തിരുവനന്തപുരം കാലാവസ്ഥ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഇപ്പം ബുള്ളറ്റിനുകളിൽ വരുന്ന പോലെ അടുത്ത 2 ദിവസത്തേക്ക് സാധാരണയിൽ കൂടുതൽ താപനില അനുഭവപ്പെടുന്നുള്ള രീതിയിലുള്ള സൂചനകളും അത് ഇപ്പൊ നമുക്ക് 2 ദിവസം വരെയൊക്കെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. കാരണം ഇത് ഫെബ്രുവരി മാസമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിരമായിട്ട് ചൂട് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ ചില സമയത്ത് ചില കാറ്റിന്റെ സ്വാധീനം കൊണ്ടൊക്കെ ചില സ്ഥലങ്ങളെങ്കിലും അതിന് വ്യത്യാസം വരാം. ഉണ്ട്. അതുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ചൂട് കൂടി ഒരു ഫേസിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ 2023 24 ഒക്കെ നമ്മളെ സംബന്ധിച്ചോളം ചൂട് കൂടിയ വർഷങ്ങൾ തന്നെയായിരുന്നു. അതിപ്പം കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലായിടത്തും അങ്ങനെയായിരുന്നു. അപ്പം കേരളത്തിലും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടെന്ന് തന്നെ നമുക്ക് കണക്കാക്കിയാൽ മതി. അപ്പൊ ഈ ചൂട് കൂടാനുള്ള അതിന്റെ ബിഹൈൻഡിലുള്ള റീസൺ ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ കൂടുന്നത്? അത് ആഗോള താപനത്തിന്റെ ഫലമായിട്ടാണെന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള അനാലിസിസുകൾ കാണിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് അത് തന്നെ. അതെ. അപ്പൊ അതിന്റെ ഫലം നമ്മളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ചൂട് കൂടുതൽ മാത്രമല്ല, ചിലപ്പോ എന്താ പറയുക, ഈ ചില ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് ചില സ്ഥലങ്ങളിലെങ്കിലും മഴയുടെ അളവ് കൂടാം, അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോ തണുപ്പ്, അങ്ങനെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഈ ആഗോള താപനത്തിന്റെ ഫലങ്ങൾ വരുന്നത്. നമുക്ക് ചൂട് കൂടുതലായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പം മഴക്കാലം എങ്ങനെയിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഈ സമ്മർ സീസണിൽ ചൂട് കഴിഞ്ഞ വർഷത്തേതുപോലെ ആകുമായിരിക്കും എന്നാണ് ആകാനുള്ള സാധ്യതയാണ്. അതാണ് ഇതുവരെയുള്ള ലോകത്തിലെ മറ്റു കാലാവസ്ഥാ ഏജൻസികളും മറ്റും IMDയും മറ്റു കാലാവസ്ഥാ ഏജൻസികളും ഈ 24 ചൂട് കൂടിയിരിക്കുന്ന ആ ഒരു അവസ്ഥ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുള്ള രീതിയിലേക്കാണ്. പിന്നെ ഈ അടുത്തൊന്നും ഇപ്പൊ ഇനിയിപ്പം മഴയൊന്നും പെയ്യില്ല. അപ്പൊ മഴയൊക്കെ പെയ്താലാണ് സാധാരണ നമുക്ക് ചൂടൊന്ന് കുറയാനൊരു സാധ്യതയുള്ളല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഘടകങ്ങളൊന്നും പെട്ടെന്ന് 2-3 ആഴ്ചക്കകത്തേക്കൊന്നും കാണുന്നില്ല. അപ്പോ ഈ ഫെബ്രുവരി മാസത്തിൽ എന്തായാലും കൂടി തന്നെ ഇരിക്കാനുള്ള സാധ്യതകളാണ് ഇതുവരെ കാണുന്നത്. സ്കൈ നല്ല ക്ലിയർ ആണ്, അതിന് ക്ലൗഡി ഒന്നുമല്ല, ഭയങ്കര ക്ലിയർ ആണ്. അപ്പൊ തന്നെ ശരിക്കും സൺറൈസ് നമുക്ക് നേരിട്ട് കിട്ടുന്ന അതെ കൃത്യമായിട്ട് അത് തന്നെയാണ്. എന്തായാലും വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. ഇപ്പം നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂമി ഉണ്ടായി കുറെ കഴിഞ്ഞിട്ടാണ് ജീവൻ ഉണ്ടായെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു പ്രത്യേക അവസ്ഥയിൽ ഭൂമിയിലെ കാലാവസ്ഥ ജീവൻ ഉണ്ടാകുന്നതിന് അനുഗുണമാകുന്ന തരത്തിൽ രൂപപ്പെട്ട സമയത്താണ് ജീവൻ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ആ ജീവനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പൊ ഒരു പോയിന്റ് കഴിയുമ്പോൾ ആ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവുന്നു. അപ്പൊ പലപ്പോഴും കാലാവസ്ഥാ പഠനങ്ങളിൽ പഴയ കാലത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു, അത്തരം പഠനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച്? ഭൂമി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാരണങ്ങൾ കൊണ്ട് ഭൂമിയുടെ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് പാലിയോ ക്ലൈമറ്റോളജി എന്നാണ് ആ ശാസ്ത്രശാഖയ്ക്ക് പറയുന്നത്. അതായത് പഴയ കാലത്തെ ഭൂമിയുടെ കാലാവസ്ഥ എങ്ങനെയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ ചില സ്ഥലങ്ങളിലുള്ള ഐസ് കവറേജ്, ഐസ് ഗ്ലേഷ്യേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഐസ് കോറുകൾ സാമ്പിൾ എടുത്തിട്ട് അത് പഠിക്കാൻ പറ്റും. പിന്നെ ചില വളരെ ആയുസ് കൂടിയ ചില മരങ്ങളുടെ കോർ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മരത്തിന് വളർച്ചയ്ക്ക് അനുകൂല ഘടകമായിരുന്നോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ, അതെങ്കിൽ ജല ദൗർലഭ്യമോ അല്ലെങ്കിൽ ചൂട് കൂടുതലായുള്ള അവസ്ഥയോ, അല്ലെങ്കിൽ നല്ല കാലാവസ്ഥയായിരുന്നു, മഴ കൂടുതലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി പ്രോപ്പർ ആയിരുന്നു, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണോ എന്നുള്ളത് ട്രീ റിങ്സ് എന്ന് പറയാം, വളയങ്ങൾ പറയാം. അപ്പോൾ വളയത്തിന്റെ വലിപ്പം വെച്ചിട്ട് അനുകൂല ഘടകമായിരുന്നോ പ്രതികൂല ഘടകമായിരുന്നോ എന്നുള്ളതൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ശാസ്ത്രശാഖയുണ്ട്. അപ്പോൾ പിന്നെ ഉള്ളത് ഈ ഐസ് കോർ സ്റ്റഡീസ് എന്ന് പറയുന്നത്, അപ്പോൾ ഗ്ലേഷ്യേഴ്സിന്റെ സ്റ്റഡീസിൽ നിന്ന്. അപ്പം ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾക്ക് ഭൂമിയിൽ പലതരത്തിലുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും, പിന്നെ ചില സ്പീഷീസുകൾ ഇല്ലാതായിട്ടുണ്ട്, ചിലത് കൂടുതലായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇത്രയായിരുന്നു താപനില എന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും സാഹചര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാകുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. ഒരു ശ്രോതാവ് ചേരുന്നു. ശരി, നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
നമസ്കാരം. പേര് പറഞ്ഞോളൂ. ഞാൻ ഹരിപ്പാട് ഷീജ മുരളി മുണ്ടപ്പള്ളി. ഓക്കെ, ചോദിച്ചോളൂ മാഡത്തോട് ചോദിച്ചോളൂ. പിന്നെ പ്രകൃതി ദുരന്തവും അതിനെക്കുറിച്ച് ഗവൺമെന്റ് ഈയിടെ ആവിഷ്കരിച്ച ഒരു കവചം പദ്ധതി ഉണ്ടല്ലോ, സാധാരണ ജനങ്ങളിലേക്ക് അത് എത്രമാത്രം പ്രസക്തമാകുമെന്ന് പറഞ്ഞാൽ കവചം പദ്ധതി അത് നമ്മളുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയാണ്. അതിൽ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപകടകരമായ ഒരു സാധ്യത എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം അത് കാലാവസ്ഥ മാത്രമല്ല മറ്റെന്തെങ്കിലും ഒരു ദുരന്ത സാധ്യത ഉണ്ടെങ്കിൽ ആ സ്ഥലത്തെ ആളുകൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് ഒരു സൈറൻ മുഴക്കുക. പിന്നെ രാത്രികാലങ്ങളിൽ അറിയാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ലൈറ്റ്. അപ്പോൾ ഓരോ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് സൈറന്റെ എണ്ണവും അങ്ങനെയൊക്കെ ആക്കുക. അപ്പം അതാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് സൈറനുകളും ലൈറ്റുകളും ഒക്കെ സ്ഥാപിച്ചിട്ടേ ഉള്ളൂ. ഇനി ഈ സൈറൻ കേട്ടാൽ ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആളുകളെ ബോധവൽക്കരിക്കണം. അങ്ങനെയുള്ള പല സ്റ്റേജുകളും ഇനിയും വരാനുണ്ട്. ഓക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇവാക്യുവേഷൻ, ഇപ്പം ഒരു എന്തെങ്കിലും ഒരു അപകട സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്കെങ്കിലും മാറി താമസിക്കുന്നതാണെങ്കിൽ എങ്ങോട്ടേക്കാണ് മാറി താമസിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. അതൊരു ഡ്രില്ല് പോലെ. അപ്പം ഒരു അത് ജസ്റ്റ് ആ സിസ്റ്റം ഫംഗ്ഷനിലായിട്ടേ ഉള്ളൂ. ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞ ആഴ്ച അത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്ത ഘടകങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. വളരെ നന്ദി. ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞതിന് മുമ്പൊക്കെ നമ്മൾ ആദ്യകാലങ്ങളിൽ പറഞ്ഞു തുടങ്ങിയത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് ഗ്യാസുകളെ കുറിച്ചും അന്തരീക്ഷത്തിന്റെ താപനില വർദ്ധിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ ഒരു പ്രാഥമികമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അതിനെക്കുറിച്ച് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഇല്ലാതെ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു തിരുത്ത് പറയാനുള്ളത്. അപ്പൊ ഇപ്പോ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ട് ആഗോള താപനമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് മൊത്തത്തിലെ മോശമായിട്ടുള്ളൊരു സംഗതിയായിട്ട് ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടോന്നൊരു സംശയമുണ്ട്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അന്തരീക്ഷം അല്ലെങ്കിൽ ഈ കവചമുള്ളത് കൊണ്ടാണ് അന്തരീക്ഷവും ഭൂമിയും എന്താ പറയുക ഒരു പ്രത്യേക താപനില മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും ജീവജാലങ്ങൾ മനുഷ്യരുൾപ്പെടെയുള്ള മറ്റ് ജീവജാലങ്ങളെല്ലാം ഇവിടെ സർവൈവ് ചെയ്തു പോകുന്നതും. ഇല്ലെങ്കിൽ ഭൂമിയുടെ ഒരു താപനിലയെ ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഈ വാതകങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഹരിതഗൃഹ വാതകങ്ങൾ ഇല്ലെങ്കിൽ ഒരു -18 ഡിഗ്രിയിലേക്ക് താപനില താഴും. അതായത് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹരിതഗൃഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞതിന്റെ എമിഷൻ അല്ലെങ്കിൽ ബഹിർഗമനം വളരെ കൂടുതലാണ് മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട്. അപ്പൊ അത് കൂടുതലായതുകൊണ്ട് ഇത് തടഞ്ഞു നിർത്തുന്ന താപത്തിന്റെ അളവ് കൂടിയതുകൊണ്ട് അന്തരീക്ഷം കൂടുതൽ ചൂടാവുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ദോഷകരമായ ഒരു സംഗതിയായിട്ട് ഇപ്പൊ നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ അല്ലെങ്കിൽ എല്ലാ ജീവജാലത്തിന്റെയും നിലനിൽപ്പിന് ആവശ്യമുള്ളതാണ്. പക്ഷെ നമ്മളുടെ ഒരു ഇന്റർഫറൻസ് കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് അത് ദോഷകരമായ ഒരു രീതിയിലേക്ക് ബാധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ നിലനിൽപ്പിന് പ്രശ്നം ഉണ്ടാക്കുന്ന അത്തരം വാതകങ്ങളുടെ ഉപയോഗം, അത്തരം പ്രവൃത്തികൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നതാണ് ശ്രോതാവ് നമ്മളോടൊപ്പം ചെയ്യുന്നു. നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് സുരേഷ് എന്നാണ്, തിരുവനന്തപുരം നേമത്തിൽ നിന്നാണ്. ചോദിച്ചോളൂ. മാഡം പറഞ്ഞോളൂ. പിന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലെ വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ ആവുമ്പോ ഈ മഞ്ഞ് വീഴുമ്പോലെ അപ്പോഴപ്പോഴായിട്ട് ഓരോ ഡ്രോപ്പ് ഇങ്ങനെ വെള്ളം വീഴുമ്പോലെ ദേഹത്ത് വീഴുമ്പോലെ വലിയ മഞ്ഞ് വീഴുമ്പോലെ അല്ല, ചെറിയ രീതിയിൽ. അതെന്തുകൊണ്ടാണ്? അത് അന്തരീക്ഷം തണുക്കുന്നത് കൊണ്ട് വരുന്നതായിരിക്കാം. ഇപ്പൊ ഇച്ചിരി ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മഞ്ഞുതുള്ളി പോലെ വരുന്നത് കൊണ്ടായിരിക്കാം അത് അങ്ങനെ സംഭവിക്കുന്നത്. വൈകുന്നേരം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. വൈകുന്നേരം ഈ പോച്ചുന്ന സമയത്ത് നമ്മൾ വെളിയിൽ നിൽക്കുമ്പോഴാണ് ഇത് നമ്മളെ ഈ ചെറിയ രീതിയിൽ ദേഹത്ത്, അത് വലിയ ഡ്രോപ്പ് അല്ല, ചെറിയ നമുക്കത് അനുഭവപ്പെടേ ഉള്ളൂ. വെള്ളമാണത്. ആകാശത്ത് മേഘങ്ങളൊന്നും ഉണ്ടായില്ല. ആകാശത്തിൽ നിന്ന് വീണത് തന്നെയാണ്. ഞാൻ പ്ലെയിൻ സ്ഥലത്ത് നിൽക്കുമ്പോഴായിരിക്കും, പിന്നെ ഒരു തടസ്സമില്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോഴേ ഇത് വലുതായിട്ട് ഇങ്ങനെ എപ്പോഴുമല്ല, വളരെ അപൂർവമായിട്ട്.
ഏത് സമയത്താണ്? ഈ മാസമാണ് അതുണ്ടായത്? ഈ മാസമാണ്. വൈകുന്നേരങ്ങളിൽ ഈ മുൻ വേനൽക്കാലങ്ങളിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 65 വയസ്സായ ആളാണ്. ഞാൻ ഇത് മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അന്തരീക്ഷം തണുക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ചിലപ്പോൾ ഈ പറയുന്ന മഞ്ഞ് കണങ്ങൾ ഉണ്ടാവാറില്ലേ? അതായിരിക്കാം. ആകാശത്ത് മേഘങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് മഴയായിരിക്കില്ല. മഞ്ഞ് കണങ്ങൾ ഉണ്ടായി. അപ്പം അന്തരീക്ഷം ഒന്ന് തണുത്തത് കൊണ്ട്, പെട്ടെന്ന് തണുത്തുകൊണ്ട് ഈ അന്തരീക്ഷത്തിലുള്ള നീരാവി തണുത്ത് അത് മഞ്ഞുകണം പോലെ പെയ്തതായിരിക്കാം. അതിനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. എന്തായാലും വളരെ നന്ദി ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും നമ്മൾ റേഡിയോ ഒരു ലോക്കൽ മീഡിയ എന്ന് പറയുന്ന പോലെ കാലാവസ്ഥ അല്ലെങ്കിൽ വളരെ വ്യക്തിനിഷ്ഠമായി അല്ലെങ്കിൽ പ്രത്യേകമായി ഒരു ഏരിയയിൽ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഡാറ്റകളെല്ലാം കൂടെ എടുത്തുകൊണ്ടാണ് ഒരു പ്രഡിക്ഷൻ മോഡലിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡാറ്റയെക്കുറിച്ച് പറയുന്നു, AI കൊണ്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു, ബിഗ് ഡാറ്റ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് വളരെ മുമ്പ് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഈ ഒരു അനാലിസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു വലിപ്പം കൂടി ഒന്ന് ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി. അത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു മാസത്തേക്കുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് വേണമെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഈ മോഡൽ റൺ ചെയ്താലേ ഉള്ളൂ ഒരു മാസത്തേക്കുള്ള ഫോർകാസ്റ്റ് വരുള്ളൂ. അപ്പം അത് ഇപ്പം ഒരു ലോകത്തിന്റെ മുഴുവൻ കാലാവസ്ഥ, ഇപ്പം നമ്മൾ ഈ ഗ്ലോബൽ മോഡലുകൾ എന്ന് പറയും. അതായത് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും ഡാറ്റയും എല്ലാം എടുത്തുകൊണ്ട് സാറ്റലൈറ്റ് ഡാറ്റ തൊട്ട് ഷിപ്പിൽ നിന്ന് വരുന്ന ഡാറ്റ, കരയിൽ നിന്ന് എടുക്കുന്നത്, അങ്ങനെ തുടങ്ങിയ എല്ലാ ഡാറ്റകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗ്ലോബൽ മോഡലുകൾ, അല്ലെങ്കിൽ ഗ്ലോബൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഭൂമിയെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലുള്ള മോഡലുകൾ. അപ്പോൾ അതൊക്കെ റൺ ചെയ്യാനായിട്ട് എന്താ പറയുക, ആഴ്ചകളും മാസങ്ങളും ഒക്കെ എടുക്കും. ഈ ഫോർകാസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഡാറ്റ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇതിന് എന്താ പറയുക, നമ്മുടെ കമ്പ്യൂട്ടേഷണൽ പരിമിതികൾ വരെ ഒരു കാരണമാണ് നമ്മൾക്ക് ഈ കാലാവസ്ഥ പ്രവചനത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിഷൻ മൗസം എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തതിന്റെ അകത്ത് ഒബ്സർവേഷന്റെ എണ്ണം കൂട്ടാനുള്ളൊരു പ്ലാനുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മളുടെ കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി, അതായത് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ കഴിവ് കൂട്ടാനുള്ള രീതിയിലേക്കുള്ള ഒരു പ്രോജക്റ്റൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ശ്രമങ്ങളൊക്കെ നടന്നു വരുന്നു. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ IMDയിൽ ഇതുവരെ പരീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് കുറേ വർഷങ്ങളുള്ള ഡാറ്റ ഉള്ളതുകൊണ്ട് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ചുകൊണ്ട് കാലാവസ്ഥ പ്രവചനത്തെ എങ്ങനെ സഹായിക്കാം, അല്ലെങ്കിൽ ഈ മോഡൽ പ്രൊഡിക്ഷൻസ് എങ്ങനെ റീഇന്റർപ്രറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെയൊരു പുതിയ പ്രോജക്റ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയും അധികം ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയിലുള്ള അത്രയും തന്നെ, അതുപോലെ തന്നെ മറ്റു ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഈ ഒബ്സർവേഷൻസ് എടുക്കുന്നുണ്ട്. സാറ്റലൈറ്റുകളൊക്കെ എല്ലാ 5 മിനിറ്റിലും 10 മിനിറ്റിലും ഡാറ്റ തരുന്നുണ്ട്. ഇത് മുഴുവനും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആക്കി ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ ഒക്കെ റൺ ചെയ്താലാണ് ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു സീസണിലെ മുഴുവൻ ഫോർകാസ്റ്റ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് ഇത്രയും ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും വളരെയധികം സമയം ആവശ്യമുണ്ട്. ഈ 2 വരിയിൽ ഒതുക്കുന്ന കാലാവസ്ഥാ പ്രവചനം പോലെയല്ല ഇതിന്റെ പുറകില് പ്രയത്നം എന്ന് പറയുന്നത്. ലളിതമല്ല, അല്ല, അതിസങ്കീർണമാണ്. നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഷീല ഷാജിലാൽ, ചാത്തന്നൂരിന്ന്. ആകാശവാണിയിലൂടെ നമ്മൾ കാലാവസ്ഥയെക്കുറിച്ച് നമ്മളെപ്പോഴും കേൾക്കുന്നതാണെങ്കിലും ഞാനൊരു സംശയമാണ് ചോദിച്ചത്. നമ്മളെ ഞാറ്റുവേല, പണ്ടെന്റെ അപ്പൂപ്പനൊക്കെ ഉള്ള സമയത്ത് കൃഷി ചെയ്യുമ്പോൾ ഞാറ്റുവേല നോക്കി നമ്മൾ കൃഷി ഇറക്കാറുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് മഴ ലഭിക്കാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് മാഡത്തിനോടൊന്ന് ചോദിക്കുന്നത്. അത് ഒന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ കാലാവസ്ഥയും കൃഷിയെയും പറ്റി അത്രയും ബോധവാന്മാരായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ഞാറ്റുവേലയും അതിനോടനുബന്ധിച്ചുള്ള ഈ കൃഷിയുടെ ഈ കണക്കുകളും. അത് ഒരുപക്ഷെ ലോകത്തില് വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് എന്താ പറയുക, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഞാറ്റുവേല കൃഷി കലണ്ടർ എന്ന് പറയുന്നത്. അത് അന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ഞാറ്റുവേലയുടെ കണക്കനുസരിച്ചിട്ട് മഴയിലോ അല്ലെങ്കിൽ ചൂടിലോ ഒക്കെ വ്യത്യാസം വരുമായിരുന്നു. അപ്പോൾ ഏത് ഞാറ്റുവേല സമയത്ത് ഏത് വിത്തിറക്കണം എന്നുള്ളത് കൃത്യമായിട്ടൊരു കലണ്ടർ പോലെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൃഷി ഇറക്കിയിരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഈ കാലാവസ്ഥ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഈ മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് പോലും പല സമയത്തും നമുക്ക്, കാരണം നമ്മുടെ കാലാവസ്ഥ പതിയെ മാറി വരുന്നുണ്ട്. മഴയുടെ വിന്യാസത്തിലും ശക്തിയിലും ഈ സീസൺ തുടങ്ങുന്ന സമയമൊക്കെ ഒന്നും പതിയെ മാറി വരുന്നുണ്ട്. അപ്പം ഇത് ഞാറ്റുവേലയും ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മോഡേൺ സയൻസ് ഉപയോഗിച്ചിട്ട് ഒരു അഗ്രികൾച്ചറൽ ക്ലൈമറ്റ്, അതെ അതെ, ഇപ്പോ ആണ് ഇപ്പോ ഇത് മോഡേൺ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അഗ്രോ ക്ലൈമാറ്റിക് കലണ്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ആരെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. താരതമ്യ പഠനം ഇതുവരെ നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഇത് നമ്മുടെ ഞാറ്റുവേല കലണ്ടർ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു വലിയ സംഭാവനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോഴും അത് പഴയ തലമുറയിൽപ്പെട്ട കൃഷിക്കാരെല്ലാവരും ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. സന്തോഷം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിവരം തന്നതിന് അതിയായ സന്തോഷമുണ്ട്. ആലോചനയിലേക്ക് വിളിച്ചതിന്. പലപ്പോഴും ഒരു വിഷയം അതീവ സങ്കീർണമാകുന്നത് നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട്, നമ്മുടെ നിലനിൽപ്പിനെ നമ്മളെല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടുന്ന ഈ വെടിയുണ്ട നമ്മുടെ നേർക്ക് വരുമ്പോഴാണ് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ ശ്രമിക്കും. അതുവരെ നമ്മളിത് നോക്കി നിൽക്കും. പലപ്പോഴും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ആഗോള ഉച്ചകോടികളിലൊക്കെ പലതരത്തിലുള്ള സംഘർഷങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മളെ പോലുള്ള ഒരു വികസിത രാജ്യങ്ങൾ പ്ലസ് 3-4 ലോക രാജ്യങ്ങൾ അത് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ നിങ്ങളാണ് ഉത്തരവാദി. അപ്പൊ നമ്മൾ ഭാരതത്തിന്റെ ഒരു ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ ഒരു ഗോളം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൂമിയിലെ എല്ലാ മനുഷ്യനും ഒരുമിച്ച് നിൽക്കേണ്ടതിനെ കുറിച്ചുകൂടി. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നതിൽ നിന്നാണ് ഈ പാരീസ് ഉടമ്പടി ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം വന്നതിന് ശേഷമാണ് ഇതുപോലെയുള്ള ഈ ദോഷകരമായ വാതകങ്ങളെല്ലാം അന്തരീക്ഷത്തിലേക്ക് കൂടുതലായിട്ട് പോവാൻ തുടങ്ങിയതെന്നും അതിനുശേഷമാണ് ഈ താപനിലയിലുള്ള വർധന ഉണ്ടായിട്ടുള്ളതാണ് മെഷർമെന്റ്സ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയ പ്രീ ഇൻഡസ്ട്രിയൽ ഇറയ്ക്ക് മുൻപുണ്ടായിരുന്ന താപനിലയിലേക്ക് നമ്മൾ ഈ വികിരണം, നമ്മൾ ഈ ബഹിർഗമനം കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ളൊരു ലക്ഷ്യം. ഇപ്പൊ 2030 വരെയാകുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ആഗോള താപനിലയിലുള്ള വർധനവ് 1.5 ഡിഗ്രി സെൽഷ്യസിനകത്തേക്ക് നിർത്തുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഇപ്പൊ നമ്മൾ 2025 ആയി കഴിഞ്ഞു. ഇപ്പൊ 5 വർഷങ്ങളാണ്. അതെ, അപ്പോൾ നമ്മൾ എല്ലാ രാജ്യങ്ങളും അതിന്റെ കമ്മിറ്റ്മെന്റിന്റെ പാർട്ടായിട്ട് പല രീതിയിൽ ഈ ബഹിർഗമനം കുറയ്ക്കാനുള്ള, അതായത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ എനർജി കൺസംഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കുക, ഉപഭോഗം കുറയ്ക്കുക, അല്ലെങ്കിൽ എന്താ പറയുക മെക്കാനിക്കലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മെക്കാനിക്കലായിട്ട് ചെയ്യുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും വ്യക്തി എന്ന നിലയ്ക്കും ഒരു സമൂഹം എന്ന നിലയ്ക്കും ഒരു സർക്കാർ എന്ന നിലയ്ക്കും ഒക്കെ നമുക്കൊക്കെ ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി, അല്ലെങ്കിൽ സൗരോർജ്ജം, അല്ലെങ്കിൽ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കല്, അങ്ങനെയുള്ള. അപ്പം പിന്നെ ഫോസിൽ ഫ്യൂവലിന്റെ, അതായത് നമ്മുടെ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിലുള്ള കുറവ് വരുത്തൽ, ഇങ്ങനെ പല മെഷേഴ്സും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നിയമമായിട്ടും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു നിയമമായിട്ടത് വരുന്നതിനപ്പം അതിന് എതിർപ്പുകളൊക്കെ ഉണ്ടാവാം. അതേ ഉദ്ദേശിച്ച അതേ അർത്ഥത്തിൽ തന്നെ എല്ലാവരും അത് എടുക്കണം എന്നില്ല, നടപ്പാക്കപ്പെടണം എന്നില്ല. പക്ഷെ അതിനേക്കാളും എന്താ പറയുക, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളുടെ ജീവിതചര്യയിൽ പല മാറ്റങ്ങളും വരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക്, കാരണം ഇത് ഈ പറഞ്ഞ പോലെ വെടിയുണ്ട നമ്മൾക്ക് നേരെയും വരുന്നുണ്ട്. ഇത് നമ്മളെ ഒഴിവാക്കി, ഇത് നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരു സ്റ്റേജാണ്. ഇതിൽ നിന്ന് ആരും ഒഴിവാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത് നമ്മളെല്ലാവരെയും ബാധിക്കുന്നതാണ്. നമ്മളെല്ലാവരുമാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ അപ്പം കാരണക്കാരാവുക എന്നുള്ളതിനേക്കാളും നമ്മൾ ഇതിന്റെ പരിഹാരമാകുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 2 പ്രളയം നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊതുവെ ഇവിടെ ഇങ്ങനൊന്നും നടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്നിപ്പോ ഇന്ന സാധ്യതയുള്ള സ്ഥലത്തുള്ളവർ മാറി താമസിക്കേണ്ടതാണ് എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ സൈക്ലോണുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ നിരന്തരമായി പറഞ്ഞ അത് കുറച്ചുകൂടി നമുക്ക് മാനേജബിൾ ആയുള്ള സാഹചര്യം, ആളുകൾ ഇതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് ശരിയായി പ്രതികരിക്കുന്നതുകൊണ്ട് കൃത്യമായൊരു ദുരന്ത നിവാരണം സാധ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ മിന്നലേൽക്കുക അല്ലെങ്കിൽ ഉഷ്ണതരംഗം, ഇതൊക്കെ ഈ മേഖലയിലെ താരതമ്യേന പുതിയ പ്രശ്നങ്ങളായി മുന്നോട്ട് വരുന്നുണ്ടോ?
ഉണ്ട്. ഇപ്പം നമ്മൾ സൈക്ലോൺ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ലാർജ് ഓർഗനൈസ്ഡ് സിസ്റ്റം എന്ന് പറയാം. അതായത് എന്താ പറയുക വലിയൊരു സിസ്റ്റമാണ്. നമുക്കൊരു 7 ദിവസം മുൻപ് വരെ പോലും നമുക്ക്, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ 10 ദിവസം മുൻപ് വരെ പോലും നമുക്ക് ഇതിന്റെ ഉത്ഭവത്തെ പറ്റിയോ അതിന്റെ മൂവ്മെന്റിനെ പറ്റിയോ അത് ഏകദേശം എവിടേക്കാണ് വരുന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവാറുണ്ട്. അപ്പൊ 5 ദിവസം മുമ്പ് മുതൽ നമ്മൾ കൃത്യമായിട്ടുള്ള അതിന്റെ ട്രാക്കും കാര്യങ്ങളും അതെല്ലാം കൊടുത്തു തുടങ്ങുന്നുണ്ട്. അപ്പം ഇത് ഒരു സൈക്ലോൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വളരെ മാനേജബിൾ കണ്ടീഷനിലാണ്. ഇപ്പോൾ ഒരു സൈക്ലോണിൽ നിന്നുണ്ടാവുന്ന എന്താ പറയുക കാഷ്വാലിറ്റി അല്ലെങ്കിൽ മരണം എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. ഇപ്പം നമ്മളുടെ പ്രകൃതി ദുരന്തങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഇപ്പോൾ ഈ ഇടിമിന്നലേറ്റാണ്. ഇപ്പോൾ രണ്ടാമത്താണ് ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. ഇപ്പം ഇടിമിന്നൽ എന്ന് പറയുന്നത് പ്രവചിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏത് സ്ഥലത്ത് അത് കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു എന്ന് പറയാൻ ഒരു ഏകദേശ ധാരണയും ഉണ്ട്. സ്ഥലങ്ങളൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും കറക്റ്റ് ഏത് പോയിന്റ് സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ മഴക്കാലം തുടങ്ങുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബീഹാർ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ ഈ വിത്ത് വിതയ്ക്കുന്ന സമയമാണ് നെൽകൃഷിക്കൊക്കെ ആയിട്ട്. അപ്പം പാടത്ത് വെള്ളത്തിൽ ആളുകൾ നിൽക്കുകയും തുറസായ സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് കൂട്ടത്തോടെ ആളുകൾക്ക് ലൈറ്റ്നിങ് ഏൽക്കുകയും അതുകൊണ്ട് മരണം സംഭവിക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി അങ്ങനെയുള്ള ഇവന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക ഇതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റികൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഇപ്പോഴും എന്താ ഒരു നിയന്ത്രണ വിധേയമായിട്ടില്ല ആ കാര്യം. പ്രായോഗികമായി അവരുടെ ജീവിതവുമായിട്ട് അവരുടെ ജീവനോപാധിയും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഉഷ്ണതരംഗം പക്ഷേ കുറച്ചുകൂടി മാനേജബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഉഷ്ണതരംഗം വരുന്ന സാഹചര്യം നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ പറ്റും. അതിപ്പോ അതിന് എന്താ പറയുക അഹമ്മദാബാദ് അല്ലെങ്കിൽ ഒറീസ പോലുള്ള ചില ഗുജറാത്തിലെ അഹമ്മദാബാദ്, ഒറീസയിലെയും ആന്ധ്രയിലെയും ചില സിറ്റികളിലും മറ്റുമൊക്കെ ഹീറ്റ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ജോലി സമയം ക്രമീകരിക്കുക അതൊന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല ആ സമയത്ത് ചൂട് കൂടിയ സമയത്ത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ഇങ്ങനെ കുറച്ച് എന്താ പറയുക കൂളി ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും വിശ്രമിക്കാനായിട്ട് പോകാൻ. പിന്നെ അതുപോലെ കുടിക്കാനുള്ള വെള്ളം പോലുള്ള സംവിധാനങ്ങൾ. അതുപോലെ അപ്പോൾ അതിൻ്റെ അകത്ത് അവിടുത്തെ മറ്റ് ഏജൻസികളും അതായത് ആരോഗ്യ പ്രവർത്തകർ, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ലോക്കൽ ബോഡി അങ്ങനെ എല്ലാവരും കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു കോർഡിനേറ്റഡ് എഫേർട്ടാണ് അത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയതുകൊണ്ട് അതുകൊണ്ടുള്ള മരണവും പല സ്ഥലങ്ങളിലും കുറഞ്ഞതായിട്ട് കണക്കുകൾ കാണിക്കുന്നുണ്ട്. അപ്പം അതും ഒരു പരിധി വരെ നമ്മൾ മാനേജ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ലൈറ്റ്നിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് അത്രയ്ക്ക് ഒരു എന്താ പറയുക കൃത്യമായിട്ട് ഇന്ന സ്പോട്ടിൽ അത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ പറയാറായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ സൈക്ലോണിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൈക്ലോൺ ഇപ്പോൾ ഷെൽട്ടേഴ്സും ഒക്കെ ഉണ്ട്. ആളുകൾക്ക് വിശ്വാസം കൂടിയുണ്ട് ഷെൽട്ടേഴ്സിലേക്ക് മാറി താമസിക്കണം എന്ന് പറഞ്ഞാൽ ആളുകൾ മാറി താമസിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമുക്ക് ദുരന്തത്തിന്റെ ആക്കം കൂട്ടുന്നതെന്ന് പറയാം. പിന്നെ നമ്മൾ ഈ നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ ഒരു ഭൂഘടന പരിശോധിക്കുമ്പോഴത്തേക്കും ഒരു വശത്ത് കടല്, മല, നടുക്കൊരു ഇടനാടെന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം. അപ്പൊ രണ്ട് ഭാഗത്തു നിന്നും പ്രശ്ന സാധ്യതകൾ പ്രകൃതിയോട് വളരെ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, കുറച്ച് സമയമേ ഉള്ളൂ. അതെ അതെ 3 സ്ഥലങ്ങളും പ്രശ്ന സാധ്യതയുള്ളതാണ്. നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ എന്താ പറയുക മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ട സാധ്യതയുള്ളതാണ്. നമ്മുടെ കോസ്റ്റ് എന്താ പറയുക ഉയർന്ന തിരമാലയും മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്ന് ബാധിക്കാവുന്നതാണ്. ഇടനാട് മഴ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഈ ഇടയ്ക്കുള്ള ഈ സ്ഥലം അവിടെ വെള്ളപ്പൊക്ക സാധ്യതയുള്ളതാണ്. അപ്പോൾ കേരളത്തിന്റെ മാപ്പ് അതിന് വൾനറബിലിറ്റി മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുരന്ത സാധ്യതയുള്ള മാപ്പ് അതെടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേരളത്തിലെ ഏത് സീസണിൽ എടുത്തു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ദുരന്തം. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ഉഷ്ണതരംഗം പോലും ഇപ്പം ഒരു കേരളത്തിന്റെ എന്താ പറയുക ഒരു ദുരന്തമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾക്ക് അത് ഉഷ്ണതരംഗം ഉണ്ടായി, അതിനനുസരിച്ചിട്ട് മരണങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രകൃതിക്ഷോഭവും അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തവും ഒന്നും അധികമൊന്നും ഉണ്ടാവാതിരുന്ന ഒരു സമയത്ത് നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ വൾനറബിലിറ്റി മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പല രീതിയിലും എന്താ പറയുക പ്രകൃതിക്ഷോഭങ്ങളുടെ ഇരകളാവുന്നവരാണെന്നുള്ളൊരു കണക്ക്. ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഗംഗാദേവി. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പച്ചമ്പറക്കടുത്ത് പഴുനല്ലിപ്പുറം പറഞ്ഞൊരു സ്ഥലത്തുനിന്നാ. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. കാലാവസ്ഥയായിട്ട് പിന്നെ ഞാൻ സൈറൻ മുഴക്കുന്ന കാലാവസ്ഥ മാറ്റങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോഴാണ് കേൾക്കണത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുപാടും അനുഭവിച്ചറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ? ആ കാര്യങ്ങൾ പിന്നെ ഞാൻ ബ്ലൈൻഡാ. ഓക്കെ, കാഴ്ച പരിമിതിയുള്ള ആളാണ്. ബ്ലൈൻഡാണ് ഞാൻ. ഓക്കെ, അതിന് ഒന്ന് എന്താന്ന് വെച്ചാൽ ഇപ്പം ഈ അടുത്ത കാലത്ത് കേരള സർക്കാർ ഉദ്ഘാടനം ചെയ്ത കവചം എന്ന് പറയുന്ന ഒരു സൈറൻ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ദുരന്ത സാധ്യത ഉണ്ടെങ്കിൽ ഒരു സൈറൻ മുഴങ്ങുക എന്നുള്ള രീതിയിൽ. അപ്പം പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ ഇതുപോലെ കാഴ്ച പരിമിതിയോ അല്ലെങ്കിൽ കേൾവിക്ക് കുറവുള്ളവർക്കോ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഈ ഇങ്ങനെയുള്ള കാലാവസ്ഥ സൂചനകളൊക്കെ കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. കാരണം ഇത് എന്താ പറയുക, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. കാരണം എല്ലാവർക്കും ദുരന്ത സൂചനകൾ എത്തണം എന്നുള്ളതാണ് ഈ ലോക കാലാവസ്ഥ സംഘടനയുടെ പോലും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ അതിനെ സഹായിക്കാൻ പറ്റും. ഇപ്പൊ ഈ കവചം എന്ന് പറയുന്നത് ഇപ്പം സൈറൻ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ദുരന്ത സാധ്യതകൾ ഉണ്ടെങ്കിൽ പിന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റികളുടെയും NDRFന്റെയും ഒക്കെ അവർ ഒരു കണക്കെടുപ്പൊക്കെ എടുക്കാറുണ്ട്. ഏത് രീതിയിലുള്ള ആളുകൾ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്, എത്ര ആളുകൾ താമസിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഏകദേശം ഒരു ധാരണ എവിടെയെല്ലാം ആശുപത്രികളുണ്ട് അല്ലെങ്കിൽ വെള്ളം പൊങ്ങാനുള്ള സാധ്യത എവിടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കെടുപ്പൊക്കെ നടത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർത്തും ഇങ്ങനെ പരിമിതി ഉള്ളവരെ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ നന്ദി. പിന്നെ ഈ ഒരാള് മരിച്ചാലേ ദുഃഖസഹനൊക്കെ പതിവുള്ളതായിരുന്നേ. അല്ല, ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന് നന്ദി. പലപ്പോഴും ദുരന്ത നിവാരണ മേഖലയിലെ അറിയിപ്പുകളിൽ ഈ പറഞ്ഞ മാതിരി പ്രാദേശികമായ കണക്കുകൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. പ്രായം ചെന്നവർ, ഒരു ഇവാക്യുവേഷൻ ഉണ്ടായാലും മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ. അപ്പൊ നമ്മുടെ നാട്ടിൽ അതിന് തയ്യാറായി വരുന്ന വോളണ്ടിയേഴ്സിന്റെ കയ്യിൽ അത്തരം വിവരങ്ങൾ, ജനപ്രതിനിധികൾ, അങ്ങനെ ഒരു കൂട്ടായ ആക്ടിവിറ്റി. അതെ, ഇപ്പൊ NDRF ആണ് സാധാരണ ഈ മാപ്പിംഗ് നടത്തുന്നത്. പിന്നെ ഇപ്പം അത് എന്തോ നമ്മുടെ കേരളത്തിലെ ഈ ത്രിതലത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. അതായത് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നു. പണ്ടൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൽ പോലീസിൽ വിളിക്കും അല്ലെങ്കിൽ ഫയർഫോഴ്സിൽ വിളിക്കും. അപ്പൊ ആ ഒരു ഇത് മാറി ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിനേക്കാളും നമ്മളുടെ അവിടെ തന്നെയുള്ള ലോക്കൽ ആളുകളെ വെച്ച് ട്രെയിനിങ് കൊടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്തുള്ള അവരെ ആപദാമിത്ര എന്നാണ് പറയുന്നത്. അതൊരു ഹിന്ദി വാക്കാണ്, പക്ഷെ അതായത് ആപത്തിൽ സഹായിക്കുന്ന എന്നുള്ള ആളുകൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവര് എപ്പോഴും ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഓരോ ജില്ലയിലുള്ള ഡിസാസ്റ്റർ മാനേജേഴ്സുമായിട്ട് അവർക്ക് ഹസാർഡ് അനലിസ്റ്റുമായിട്ട് അവർക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ടച്ചിലായിരിക്കും. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ റെസ്പോണ്ട് ചെയ്യുക. അതൊരു ഇപ്പം ഓരോ രീതിയിൽ അവിടെ ഇവിടെ നമ്മൾ ലോക്കൽ നോളജിന്റെ ഒരു സാഹചര്യം കൂടി ഒരു എന്താ പറയാ ഒരു അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി കണക്കിലെടുക്കുന്നുണ്ട്. കാരണം ആ ഒരു സ്ഥലത്തെ പ്രത്യേകതകൾ അവിടെയുള്ളവർക്കാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ലോക്കൽ റെസ്പോണ്ടേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് ലോക്കലായിട്ടുള്ള ആളുകൾ തന്നെയാണെന്നുള്ള രീതിയിലേക്കാണ് ഒരു ത്രിതലത്തിലുള്ള ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് കേരളത്തിൽ വളരെ എഫക്റ്റീവായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ്. അതുപോലെ തന്നെ ഈ കടൽ ജലനിരപ്പ് ഉയരുന്നത് പലപ്പോഴും നമുക്ക് വലിയൊരു തീരമുണ്ട് കേരളത്തിന്, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അവിടെ തന്നെ താമസിക്കുന്ന ഒരു വലിയ ജനതയുണ്ട്. അപ്പൊ ഈ ഒരു കടൽ ജലനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലാവസ്ഥ സംബന്ധിയായ ആശങ്കകൾ, അത് ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ട്. കാരണം നമ്മൾ ഈ ആഗോള താപനം എന്ന് പറയുമ്പോൾ അന്തരീക്ഷം മാത്രമല്ല ചൂടാവുന്നത്, കടൽ ജലവും ചൂടാവുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഈ ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ മഞ്ഞുമലകളെല്ലാം ഉരുകുന്നുണ്ട്, നമ്മുടെ പോളാർ റീജിയനിലുള്ള ഐസ് ഉരുകുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പിന്നെ ചൂട് കൂടുമ്പോൾ കടൽജലത്തിന്റെ വ്യാപ്തി കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു കാരണങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു
ഒരു നൂറ്റാണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം 16 സെന്റിമീറ്ററോ മറ്റോ കടജലത്തിന്റെ ഉയരം കൂടി. അപ്പോൾ ചെറിയ ഐലൻഡുകളും അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയനും ഇതിന്റെ ദുരന്തഫലങ്ങൾ അനുഭവിക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ താമസയോഗ്യമല്ലാത്ത സ്ഥലങ്ങൾ മാറിയിട്ടുള്ള പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ കേരളത്തിലെ കണക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എത്രമാത്രം അതിന് മെഷർമെന്റ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത്രയും പക്ഷേ ഒരു ഏകദേശ രൂപത്തിൽ ഇങ്ങനെയൊരു ഫലമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പല സ്ഥലങ്ങളും മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ കണക്കിനെ പറ്റി എനിക്ക് കൃത്യമായിട്ടൊരു അറിവില്ല. ഒരു ശ്രോതാവ് ചേരുന്നു. നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. സാറേ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പുഷ്പാങ്ങൾ. ചോദിച്ചോളൂ, കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. മാഡം, ഈ 1960-70 കാലഘട്ടത്തിലെ അന്ന് ഉള്ള ആ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതിയായിട്ട് ഭയങ്കര വ്യത്യാസം. അത് അന്നത്തെ കാലത്ത് എല്ലാത്തിനും ഒരു സമയം ഉണ്ടായിരുന്നു, മഴ പെയ്യുന്നതിന്, കൃഷി ചെയ്യുന്നതിന്. ഇപ്പോഴാണെങ്കിൽ അതിന്റെ യാതൊരു കൃഷിയില്ല, ഒന്നുമില്ല. ഏത് സമയത്ത് മഴ പെയ്യും, ഏത് സമയത്ത് ഭയങ്കര ചൂട്. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ചൂടും ഇല്ല, അനുഭവപ്പെട്ടിട്ടില്ല. അപ്പൊ ഇപ്പോഴത്തെ ഞാൻ ചോദിക്കുന്നത്, ഈ പ്രകൃതിയിലുള്ള ഈ മാറ്റം വന്നില്ലേ? അന്ന് എല്ലാം ഓട് കെട്ടിടങ്ങള്, ഓല കെട്ടിടങ്ങളും, മനുഷ്യൻ ഒരു വസ്തുവിൽ ഒരു വീടേ ഉള്ളായിരുന്നു. ഇപ്പൊ ആ ഒരു വസ്തുവിൽ തന്നെ 5-6 വീടാ. അപ്പൊ ഇങ്ങനെ ജനപ്പെരുപ്പം, പിന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ വർധനവ്, പിന്നെ പാറ പൊട്ടിക്കല്, ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ പെരുപ്പം, ഈ ഫാക്ടറികളുടെ പെരുപ്പം, ഇതെല്ലാം കൂടി അതുകൊണ്ട് ആയിരിക്കണം ഈ കാലാവസ്ഥയിൽ ഇങ്ങനെയുള്ള പ്രകൃതിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അത് കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടായി, നമ്മൾ അതാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം മനുഷ്യന്റെ 60 കാലഘട്ടങ്ങളില് ഇതിന്റെ ചൂടായിട്ട് മരണപ്പെട്ടിട്ട് അങ്ങനെയുള്ള ഒരു കേൾവി കേട്ടിട്ടില്ല. ഇല്ല. നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് 2016 ഈ പറയുന്ന പോലെ ചൂട് കൊണ്ടുള്ള, അതായത് നമ്മൾ ഉഷ്ണതരംഗം ഉണ്ടായി എന്ന് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. അതെ. പിന്നെ 2024 പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ നമ്മളിങ്ങനെ മൊത്തത്തില് നമ്മുടെ ഭൂമിയുടെ മൊത്തത്തിലുള്ള ഒരു താപനിലയിലുള്ള ഒരു വർധനവുണ്ട്. അതിനനുസരിച്ചുള്ള മഴയുടെ വിന്യാസത്തിലും അതിന്റെ അളവിലും അതിന്റെ സമയക്രമത്തിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ മാറ്റം ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോ നമ്മുടെ കണക്കുകളൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. പിന്നെ മനുഷ്യന്റെ ഇടപെടലുകൾ, ഇപ്പൊ പറഞ്ഞ പോലെ വാഹനങ്ങളുടെ ഉപയോഗം കൂടുതലും, ചതുപ്പ് നിലങ്ങൾ മൊത്തം മണ്ണിട്ട് കെട്ടിടങ്ങളായി. അതെ, നമ്മുടെ കോൺക്രീറ്റ് കെട്ടിടങ്ങളായി. അതെ, നമ്മുടെ ഭൂമിയുടെ ഉപയോഗം ഒക്കെ മാറി. അത് ശരിയാണ്. അതെല്ലാം ഓരോ സ്ഥലത്തെ കാലാവസ്ഥയെ ബാധിക്കുന്ന കാര്യം തന്നെയാണത്. അപ്പൊ അതുകൊണ്ടാണ് പാറകളുണ്ടായിരുന്നു. പൊട്ടിച്ച് എടുത്ത് ഭയങ്കര പാറകള് ഇപ്പൊ ഇല്ലാതായി. മൺകൂനകൾ, വലിയ മൺകൂനകളെല്ലാം നിരപ്പാക്കി അവിടെ എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളായി. അത് ഇപ്പൊ നമ്മള് എന്താ പറയാ, നമുക്ക് സൗകര്യങ്ങളും വേണം, വികസനവും വേണം. പക്ഷെ അത് നമ്മുടെ പ്രകൃതിയെയും നമ്മളെയും ദോഷകരമായിട്ട് ബാധിക്കാത്ത രീതിയിലേക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആശയം. അപ്പൊ ഈ പുരോഗമനമെല്ലാം വേണം താനും. ഇതിങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് കാലാവസ്ഥയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിക്കും. തീർച്ചയായും ആ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നമ്മൾ നയപരിപാടികൾ രൂപീകരിക്കുന്നു, റേഡിയോ പോലുള്ള മാധ്യമങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുന്നു, അതൊരു ചർച്ചാ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തായാലും ഹലോ ആകാശവാണിയിലേക്ക് വിളിച്ചതിന് നന്ദി. അപ്പൊ നമ്മൾ പലപ്പോഴും വലിയ മാറ്റങ്ങളാണ്. ഇപ്പൊ നമ്മുടെ അടുത്തിരുന്ന ഒരു മല ഇടിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു പുഴയിൽ വെള്ളമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയുടെ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു വസ്തുതയില്ലേ ഉണ്ട്. അതിപ്പോ അത് വളരെ എന്താ പറയാ, ഒരു പരിധിവരെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ കൺവീനിയൻസ് വേണം, നമ്മളുടെ
നമുക്ക് എന്തെല്ലാം വേണോ അതെല്ലാം നമുക്ക് വേണം. പക്ഷെ അതിനുവേണ്ടി നമ്മളൊന്നും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറില്ല എന്ന് വേണമെങ്കിൽ പറയാൻ. ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് ഫാഷൻ ഇൻഡസ്ട്രി. ഫാഷൻ ഇൻഡസ്ട്രി ഈ പറയുന്ന നമ്മളുടെ ഈ ഗ്ലോബൽ വാർമിംഗിലേക്ക് വല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്ക് നമ്മൾ എന്താ പറയുക, നമ്മുടെ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്വന്തം ദേശത്തോ അല്ലെങ്കിൽ നാട്ടിലോ ഒക്കെ ഉള്ളതും പ്രകൃതിക്ക് ഇണങ്ങുന്നതും അല്ലെങ്കിൽ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിന്റ്സ് കുറവുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ചില പേഴ്സണൽ ചോയ്സസ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. അപ്പം ചില ഫാഷൻ ബ്രാൻഡുകൾ അവരവരുടെ കാർബൺ ഫുട് പ്രിന്റ്സ് അവർ അവരുടെ പ്രോഡക്റ്റിൽ കാണിക്കാറുണ്ട്. അപ്പം അത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നീക്കമാണ്. ക്രെഡിറ്റുകൾ പല കർഷകർക്ക് സെൽ ചെയ്യാം. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് വ്യക്തിപരമായിട്ടും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് എന്താ പറഞ്ഞ, ഈ ഒരു എപ്പോഴും എല്ലാവരും പറഞ്ഞു കേട്ട് പഴകിച്ചതാണെങ്കിൽ പോലും ഈ കാർ പൂളിംഗ് പോലെയുള്ള സംവിധാനം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മുടെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. നമ്മൾ ഗവൺമെന്റിന്റെ നയങ്ങളെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉടമ്പടി എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ തന്നെ വേണം ഇതിന്റെ പ്രകൃതിയുടെ സംരക്ഷകർ. കാരണം ഇപ്പോഴത്തെ ഈ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 40-50 വയസ്സുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താ പറയുക, ഇപ്പോൾ ജനിച്ച കുട്ടികൾ അവരാണ് ഇതിന്റെ, അല്ലെങ്കിൽ 2000 ജനിച്ച കുട്ടികൾ അല്ലെങ്കിൽ 2020 ജനിച്ച കുട്ടികളാണ് ഈ പറയുന്ന 2070 ഒക്കെ ആകുമ്പോഴേക്കും ഈ പറയുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് യങ്ങർ ജനറേഷനെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും അതായത് സ്കൂളിൽ തുടങ്ങി കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക, അവർക്ക് ബോധവൽക്കരണം നടക്കുക, അല്ലെങ്കിൽ അവരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് പല പരിപാടികളും ഇപ്പോൾ കേരള ഗവൺമെന്റ് പല പരിപാടികളും നടത്തിയിട്ടുണ്ട്. ഈ ഹരിത മിഷൻ പദ്ധതി അങ്ങനെ പോലെ പല സ്കൂളുകളിലും പല രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ യങ്ങർ ജനറേഷനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട്, അപ്പോൾ അവരതിൽ ഇൻവോൾവ് ആകുമ്പം അവർക്ക് അതിന്റെ നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാളും അവർ ചെയ്ത് അവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അത് അവർക്ക് കൂടുതലൊരു എന്താ അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവുകയും അവരുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിൽ അല്ലെങ്കിൽ വീട്ടിലോ സുഹൃത്തുക്കളോടൊക്കെ അത് പറയുക, അല്ലെങ്കിൽ അതിന്റെ ആയിക്കൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം അവർക്ക് കാണാൻ പറ്റും. അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ അവർക്കായിരിക്കും ഇതിന്റെ കൂടുതൽ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക. ഇപ്പൊ നമ്മൾ ഒരു ശാസ്ത്ര സാങ്കേതിക മേഖലയെ നോക്കിയാൽ നമ്മുടെ രാജ്യം ഏറെ മുന്നേറിയിരിക്കുന്ന ഒരു മേഖലയാണ് സ്പേസ് സയൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ കൃത്രിമോപഗ്രഹങ്ങൾ, നമ്മുടെ സാറ്റലൈറ്റുകൾ എത്രത്തോളം പങ്കാണ് ഈ ഒരു കാലാവസ്ഥ പ്രവചനത്തിൽ വഹിക്കുന്നതുകൂടി? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്താ പറയുക, സാറ്റലൈറ്റിന് പല റോളുകളാണുള്ളത്. ഒന്ന്, ഭൂമിയെ 24 മണിക്കൂറും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പം സാറ്റലൈറ്റ്സ് വന്നതിന് ശേഷം ഒരു സിവിയർ വെതർ സിസ്റ്റവും അതല്ലെങ്കിൽ സൈക്ലോൺ പോലെയുള്ള ഒരു വെതർ സിസ്റ്റവും ഇന്നുവരെ മനുഷ്യന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മളീ കാണുന്ന വിഷ്വൽ ഇമേജ് അല്ലെങ്കിൽ ഈ ഫോട്ടോ പോലെയുള്ള ക്ലൗഡിന്റെ ഇമേജ് മാത്രമല്ല സാറ്റലൈറ്റിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ പല ഘടകങ്ങളും, ആർദ്രത അല്ലെങ്കിൽ ഇപ്പോൾ റേഡിയേഷന്റെ അളവ്, അല്ലെങ്കിൽ ഭൂമി എത്ര റേഡിയേഷൻ തിരിച്ച് കൊടുക്കുന്നു തുടങ്ങി ഒത്തിരി അന്തരീക്ഷത്തിലെ ഇടയ്ക്കുള്ള കാറ്റിന്റെ ദിശയും സ്പീഡും തുടങ്ങിയ പല കാര്യങ്ങൾ, ഈവൻ നമ്മുടെ സീ ലെവലിന്റെ ഹൈറ്റ് പോലും സാറ്റലൈറ്റ് നമുക്ക് അസസ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. എന്താ ചെയ്യാം, അപ്പം പല ഘടകങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് സാറ്റലൈറ്റ്സിൽ നമുക്ക് പല പാരാമീറ്റേഴ്സ് നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഈ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മോഡ്സ് മുഴുവനും സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. നമ്മളുടെ ഇന്റർനാഷണൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് മുഴുവനും നമ്മൾ സാറ്റലൈറ്റ് ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പം സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. കാരണം ഏറ്റവും ആദ്യത്തെ സാറ്റലൈറ്റ് ഇമേജസ് മുതൽ ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് അത്. കാരണം ഇന്ത്യക്കാർ അത്രയും എന്താ പറഞ്ഞ കാലാവസ്ഥയ്ക്കും അല്ലെങ്കിൽ കാലാവസ്ഥ പ്രവചനത്തിനും മറ്റും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ, സമയപരിമിതിയുണ്ട്, പെട്ടെന്ന് ചോദിച്ചോളൂ. എന്റെ പേര് തമ്പാൻ, കാസർഗോഡ് ചോദിച്ചോളൂ. നമ്മള് ഈ കാലാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ സാർ പറഞ്ഞു പുരോഗമനം വേണം, വികസനം വേണം, അതോടൊപ്പം കാലാവസ്ഥ മാറാനും പാടില്ല. സത്യത്തിൽ കാലാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നത് നമ്മൾ തന്നെയല്ലേ?
മനുഷ്യരുള്ളത്. കാരണം അവരുടെ പ്രവർത്തനമല്ലേ. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാല് കാലാവസ്ഥ ഇപ്പൊ ചൂട് കൂടി 24 ഏറ്റവും കൂടിയ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഏറ്റവും കൂടിയ ചൂട് വരാൻ ഇപ്പോ ഞാൻ പറയാ കാർബൺ രഹിത കേരളത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതെല്ലാം കാലാവസ്ഥയുടെ ഈ മാറ്റങ്ങൾക്ക് പ്ലാസ്റ്റിക് വിരുദ്ധമായിട്ടൊരു രോഗം സൃഷ്ടിക്കാൻ പോകുമ്പോഴും നേരെ കുറച്ച് അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക്കിനെ കൊണ്ടുവരിക. അതെ, പക്ഷേ അത് അവരുടെ രാജ്യത്തിന്റെ പോളിസി അല്ലേ, നമ്മൾക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട. പക്ഷെ നമ്മളിവിടെ ഈ കാർബൺ രഹിത കേരളം എന്നൊക്കെ പറഞ്ഞത് നമ്മളങ്ങനെ ഗവൺമെന്റിന്റെ ഒരു പോളിസി ഉണ്ട്. ഒന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഇന്നുള്ള സൗകര്യങ്ങളിലൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പ്രകൃതിയെ കണ്ടമാനം ദ്രോഹിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അധികം മേഡം നേരത്തെ പറഞ്ഞു എന്താന്ന് വെച്ചാല് കുട്ടികളിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. കറക്റ്റാണ്, കുട്ടികളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. കുട്ടികളിലേക്ക് എത്തിച്ചിട്ട് അവരാ പ്രവർത്തന നിരതരാക്കിയിട്ട് അവരിൽ നിന്ന് വേണം ഇത് തുടങ്ങാൻ. എന്നാലേ ഇതിലെന്തെങ്കിലും മാറ്റം വരുള്ളൂ. ഈ മുതിർന്ന ആളുകൾക്ക് നമ്മളിനി എത്ര പറഞ്ഞിട്ടും കാര്യം. എന്തായാലും വളരെ നന്ദി, താങ്കളുടെ പോയിന്റ് വളരെ ക്ലിയർ ആണ്. ഹലോ ആകാശവാണിക്ക് വിളിച്ചതിന് നന്ദി. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ കുട്ടികളെ ബേസ് ചെയ്ത് മാഡം മുമ്പ് സൂചിപ്പിച്ചത് കുട്ടികൾക്ക് ഇപ്പൊ ബോധവൽക്കരണം നൽകുന്നതിന്റെ ഒരു ലോജിക്ക് അവരാണ് ഇതിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സീന് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഒരു സമയപരിമിതി ഉണ്ട്, കുട്ടികൾ വളർന്ന് വലുതായി. പക്ഷെ നമ്മൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ നിരീക്ഷിച്ചാൽ ഓരോ വർഷവും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം എല്ലാവരുടെ ഒരു മൈൻഡ് സെറ്റിലൊരു ചേഞ്ച് ഉണ്ടാവേണ്ടതല്ല. ഞാൻ എല്ലാവരെയും വേണം, പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് ഫോക്കസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ഇപ്പോഴുള്ള ഈ അനാലിസിസുകളും പ്രൊഡിക്ഷൻസും ഒക്കെ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2070 ആകുമ്പോഴത്തേക്കും ഇത് എന്താ പറയുക, ഇന്നത്തെ ഈ സ്ഥിതി തുടർന്നാൽ, അതായത് നമ്മൾ ഇത് ഇന്റർഫിയർ ചെയ്തില്ല അല്ലെങ്കിൽ നമ്മളിവിടെ ഇതിനെ നിർത്താൻ നോക്കിയില്ലെങ്കിൽ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇനി വരുന്ന കുട്ടികളായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളതിൽ നിന്ന് ഒഴിവായി എന്നല്ല പറഞ്ഞു, നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒട്ടും നമ്മൾ പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെയാണ്, കാരണം നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്, കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കും നിയന്ത്രിക്കാവുന്ന പലതും ഇതിനകത്ത് ഇപ്പോഴും ഉണ്ട്. നമുക്ക് ജിയോ എഞ്ചിനീയറിംഗ് സൊല്യൂഷനുകൾ അതിനെക്കുറിച്ച് കൂടി ചുരുക്കി. അതെ, അത് ഒരു പുതിയ കൺസെപ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നെന്താ വെച്ചാൽ അത് നിർബന്ധമായിട്ടും എന്താ പറയാ, നമ്മളുടെ ഇപ്പൊ അതൊരു നിർബന്ധമല്ല. കാരണം ഈ എനർജി കുറച്ച് ഉപയോഗിക്കുന്ന, അതായത് ശീതീകരണത്തിനാണെങ്കിലും ചൂടാക്കാനാണെങ്കിലും ഒക്കെ എനർജി കുറച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വെന്റിലേഷന് വേണ്ടിയിട്ട് വൈദ്യുതി അല്ലെങ്കിൽ വൈദ്യുതിയാണല്ലോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ. അപ്പോൾ എനർജി കുറച്ച് ഉപയോഗിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അപ്പം വലിയ കെട്ടിട സമുച്ചയമാണെങ്കിലും നമ്മുടെ വീട് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പോലും നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള കാറ്റിന്റെ എന്താ പറയുക പോക്കുവരവൊക്കെ ഉള്ളതാ, അങ്ങനെയുള്ള രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ. പിന്നെ എന്താ പറയുക, ഈ ചില്ലിട്ട ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് കൂടുതൽ ചൂട് അകത്ത് തടഞ്ഞു നിർത്തുന്നതാണ്. അപ്പൊ പിന്നെ നമുക്ക് അതിനെ തണുപ്പിക്കാനായിട്ട് വീണ്ടും ഒരു ഇത് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പം ഇപ്പം ആ ഒരു ആശയത്തിന് വ്യത്യാസം. കാരണം ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു കാര്യമല്ലാന്ന് തിരിച്ചറിവ് വന്നിട്ട് പലരും അതിൽ നിന്നൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഈ ബിൽഡിംഗ് കോഡ്സിലൊക്കെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ബ്യൂറോ സ്റ്റാൻഡേർഡ്സും അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മാതൃകയുണ്ട്. ഇപ്പോഴും അങ്ങനെ അതിനെ ഒരു നിർബന്ധമാക്കിയിട്ടില്ലെങ്കിൽ പോലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളാർ അല്ലെങ്കിൽ സൗരോർജ്ജ പദ്ധതി, അപ്പം PM സോളാർ യോജന പോലെയുള്ള കാര്യങ്ങളുമൊക്കെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള സാമ്പത്തിക സഹായം പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അതൊക്കെ നമ്മൾ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ ഒരു അധ്യായം അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും മൃഗങ്ങൾ മറ്റു ജീവികളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ പോക്കാതിരിക്കാനാവാത്ത കാണിക്കുന്ന നേരത്തെ പോക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇത് വളരെ കൃത്യമായി അനുഭവിച്ചറിയുന്നുണ്ട്. എന്തായാലും ഈ വർഷത്തെ റേഡിയോ ദിനത്തിന്റെ പ്രമേയം ഇതായിരുന്നു, കാലാവസ്ഥാ വ്യതിയാനം. അപ്പോൾ റേഡിയോ പോലുള്ള മാധ്യമങ്ങളുടെ ധർമ്മം ഇപ്പൊ കാഴ്ച പരിമിതിയുള്ള ആളുകൾ അടക്കമുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നടത്തുക. ഒപ്പം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു പൊതുജന അജണ്ട ഉണ്ടാക്കുന്ന ഒരു ദൗത്യമാണ് ആകാശവാണി പോലുള്ള സ്ഥാപനങ്ങൾ നിർവഹിക്കുന്നത്. താങ്കളുടെ വിലയേറിയ സമയം ഈ സ്റ്റുഡിയോയിലേക്ക് എത്തി ഞങ്ങളുടെ ശ്രോതാക്കളോട് അവരുടെ ചെറിയ ചെറിയ സംശയങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ
പറഞ്ഞ് മനസ്സിലാക്കിയതിന് ആകാശവാണിയുടെ പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വർഷത്തെ തീമായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് റേഡിയോ ഡേയിൽ എടുത്തതിന് നിങ്ങൾ എല്ലാവരോടും നന്ദി. ഇങ്ങനൊരു അവസരം തന്നതിന് ആകാശവാണി തിരുവനന്തപുരത്തിന് നന്ദി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയുടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. ഈ പരിപാടിയിൽ നിന്നോടൊപ്പം സജി ദേവി, ശ്രീജേഷ്.